നമസ്കാരം. AKSTUവിന്റെ നേതൃത്വത്തിൽ CM കിഡ്സ് UP സ്കോളർഷിപ്പ് എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി AKSTUവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓൺലൈൻ സപ്പോർട്ടിംഗ് ക്ലാസ്സുകളാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഇന്ന് നമുക്ക് വേണ്ടി ഗണിതം മാത്തമാറ്റിക്സുമായിട്ട് ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്നത് ലിജി ടീച്ചറാണ്. നിങ്ങൾ പോസ്റ്ററിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ടീച്ചർ ഗുരുശ്രേഷ്ഠ അവാർഡ്, PTA സംസ്ഥാന മാതൃക അധ്യാപക പുരസ്കാരം, സംസ്ഥാന അധ്യാപക അവാർഡ്, NSDC മാസ്റ്റർ ട്രെയിനർ, അങ്ങനെ അതുപോലെ തന്നെ ടീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ടീച്ചർ സർവീസിൽ നിന്ന് പെൻഷനായി. എങ്കിലും ഈ ഒരു മേഖലയിൽ ടീച്ചർ ഇപ്പോഴും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപികയാണ്. അധ്യാപനം മാത്രമല്ല, മറ്റ് പല രീതിയിൽ ടീച്ചറിൻ്റെതായ രീതിയിൽ സേവന മേഖലകളിൽ ഇന്നും നിൽക്കുന്ന ഒരു മഹത് വ്യക്തിത്വം കൂടിയാണ് ലിജിമോൾ ടീച്ചർ. ടീച്ചർ വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ USSൻ്റെതെന്നുള്ളത് മാത്രമല്ല, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സഹായകരമായ ഒരുപാട് മെറ്റീരിയൽസ് ഡിജിറ്റൽ സഹായത്തോടെ അല്ലാതെ ആയാലും ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി ഒരു മാതൃകയായിട്ട് തന്നെ വർത്തിക്കുന്ന ഒരു അധ്യാപിക കൂടിയാണ്. ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ഗണിതം ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ടീച്ചറെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഇടയ്ക്ക് നമ്മളുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തതുപോലെ കുട്ടികൾക്ക് താല്പര്യമുള്ള ഏറ്റവും ആവശ്യം വേണ്ട ചില മേഖലകളെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചിരുന്നു. അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെട്ട വേണം എന്ന് പറഞ്ഞ കുറച്ച് മേഖലകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക. ദയവായിട്ട് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ക്യാമറ തൽക്കാലം ഓഫ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി ലിജി ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഓക്കെ രതീഷ് സാറ്, ഏറെ സന്തോഷത്തോടു കൂടെ നല്ലൊരു രീതിയിൽ എന്നെ അവതരിപ്പിച്ചതിനെ ഓർത്ത്, കുട്ടികളോട് ഇൻട്രൊഡക്ഷൻ കൊടുത്തതിനെ ഓർത്ത് ഏറെ സ്നേഹവും സന്തോഷവും നന്ദിയെ അറിയിക്കുന്നു. പിന്നെ നമുക്കറിയാം, ഇങ്ങനെ ഒരു ഗൂഗിൾ മീറ്റില് ക്ലാസ് എടുക്കാൻ അവസരം ലഭിച്ചതിനും ദൈവത്തോട് നന്ദി പറയുന്നു. ഇത്രയൊക്കെ നമ്മളെ എത്തിക്കാൻ സഹായിച്ച എല്ലാ ഗുരുശ്രേഷ്ഠരോടും ജന്മം തന്ന മാതാപിതാക്കളോടും ഇതിൽ കയറിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹവും സന്തോഷവും നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. നിങ്ങൾ പറഞ്ഞിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തില് സംശയങ്ങൾ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. യൂണിറ്റ് പ്ലേസിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചിരുന്നു. അപ്പൊ ആ യൂണിറ്റ് പ്ലേസ് ഉള്ള പ്രത്യേകതകളാണ് ഇന്ന് ആദ്യം പറഞ്ഞു തരുന്നത്. പിന്നീട് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും പറഞ്ഞു തരും. ഓക്കെ, ആദ്യത്തെ ഒരു ചോദ്യം ഏറ്റവും സിമ്പിൾ ആണ് ആദ്യം തരുന്നത്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് കടുപ്പത്തിലേക്ക് അങ്ങനെ കയറിക്കൊണ്ടിരിക്കാം. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉണ്ടാവും കുട്ടികൾ ഇതില്. അപ്പോ ഫൈൻഡ് ദ യൂണിറ്റ് പ്ലേസ് ഓഫ് 3⁻3. ചെറിയതാണ് ആദ്യം തരുന്നത്. ഫൈൻഡ് ദ യൂണിറ്റ് പ്ലേസ് ഓഫ് 3⁻3. അതായത് 3⁻3 എന്ന് എഴുതി കഴിഞ്ഞാല് യൂണിറ്റ് പ്ലേസിൽ വരുന്നത് ഏതാണ്? അതാണ് ചോദിച്ചത്. ഓക്കെ, നിങ്ങൾ എഴുതിക്കോളൂ. ആദ്യം അവസാനം പറയാം. 7. 7. 7. മലയാളത്തിൽ പറയൂ ടീച്ചറെ. അപ്പൊ ടൈം കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കാം. ഇത് ഏറ്റവും സിമ്പിൾ ആട്ടോ. ഇത് എക്സാമിനൊന്നും വരില്ല. പക്ഷെ ഞാൻ നിങ്ങൾ അതിലേക്ക് ഒന്ന് കൈപിടിച്ച് നടത്തുകയാണ്. ഇനി എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക. ഞാൻ പറയുമ്പോ നിങ്ങള് മ്യൂട്ട് ചെയ്ത് നോക്കാം. 3⁻3 പറഞ്ഞത്. അപ്പൊ 3⁻3 എന്ന് പറഞ്ഞാൽ 3⁻1 എന്ന് പറയുന്നത് 3 ആണ്. 3 സ്ക്വയർ എന്ന് പറയുന്നത് 3 × 3 9 വരിക. 3⁻3 എന്ന് പറയുന്നത് 3 3 9 9 3 27 യൂണിറ്റ് പ്ലേസിൽ വരുന്നത് 7 ആണ്.
ശബരി ടീച്ചറിന്റെ സ്ക്രീൻ ഒന്ന് വലുതാക്കുവോ? സ്ക്രീന് നിങ്ങൾക്ക് കാണുന്നില്ലേ? ഇല്ല. ടീച്ചർ ഇന്നലെ ഒരു ഗൂഗിൾ മീറ്റിൽ എടുത്തതായിരുന്നല്ലോ. ഓക്കെ, ഇന്നലെ ടീച്ചർ എടുത്തതാണ്. ടീച്ചർക്ക് അറിയില്ല. ഓക്കെ, കാണുന്നുണ്ട്. നെക്സ്റ്റ് ചോദ്യം തരാം. ഇത് ഏറ്റവും സിമ്പിൾ ആണെന്ന് പറഞ്ഞല്ലോ. അടുത്തത് നിങ്ങളൊന്ന് എഴുതിക്കോളൂ. പറയോട്ടെ? റെഡി അല്ലേ? പറയട്ടെ? പറഞ്ഞോളൂ ടീച്ചർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് ചെറിയൊരു മാറ്റം വരുത്താൻ പോവുകയാണ്. 243 243 ഞാൻ പറയുമ്പോ നിങ്ങളൊന്ന് എഴുതിക്കോളൂ. 243 എങ്ങനെ കണ്ടെത്തും? +1. അതല്ല, +1 അല്ല. 243/46 എന്ന് എഴുതി കഴിഞ്ഞാൽ ആ സംഖ്യയുടെ യൂണിറ്റ് പ്ലേസിൽ എന്താണ് വരിക? ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്താണ് വരിക? 0, 1, 5, 6, 4 ഒറ്റ സംഖ്യ, 9 ഒറ്റ സംഖ്യ ആണെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഓഡ് നമ്പർ 4ന്റെ ഓക്കെ, അത് ഞാൻ പറഞ്ഞു തരാം. ഓരോന്ന് സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ 243 അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം. ടീച്ചർ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അതിൽ കുറച്ച് ഡൗട്ടുകൾ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇതില് അടുത്തതും കൂടെ ഒന്ന് എഴുതാണ്. 3/4. അപ്പോ 3/1 എന്ന് പറഞ്ഞാൽ 3. 3 സ്ക്വയർ 3 × 3 9. 3 ക്യൂബ് 3/3 × 3 × 3 27 7. അടുത്തത് 3/4 എന്ന് പറഞ്ഞാൽ ഈ 7നെ 3 കൊണ്ട് ഗുണിക്കുക. 7 3 21 1 വരും. നമുക്ക് മുഴുവൻ ഗുണിക്കേണ്ട ആവശ്യമില്ല. മുഴുവൻ ഗുണിച്ചാലും നമുക്ക് എത്ര കിട്ടുക? നിങ്ങളൊന്ന് നോക്കൂ. 3 7 21 1 2 3 2 6 2 9 27 3 91. 91 1 ലാസ്റ്റ് ഡിജിറ്റിൽ വരുന്നത്. ഇങ്ങനെ നോക്കാം. 2 3 വന്നാൽ 9. അപ്പൊ 4 3 വന്നാല് അല്ല, സോറി, ഇവിടെ 91 81. 9 ഈക്വൽസ് ഇട്ട് എഴുതുന്ന ആൻസർ കാണുന്നില്ല. അതാണ് കുട്ടികൾ കാണുന്നില്ലെന്ന് പറഞ്ഞ. ക്യാമറ ഇച്ചിരൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ നോക്കൂ ടീച്ചറെ. ഇപ്പൊ റെഡിയാണോ? നോക്കൂ. ഇപ്പൊ ഇത്തിരൂടെ ശകലം സ്വല്പം കൂടെ ആയാൽ ശരിയായിരുന്നു. ഓക്കെ, ഇപ്പൊ ഓക്കെ ആയി. ഇപ്പൊ റെഡിയല്ലേ? ഓക്കെ. മക്കളെ, എനിക്ക് ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഈ 3ന്റെ കൃതി ഏത് വന്നാലും നിമിഷങ്ങൾക്കുള്ളില് യൂണിറ്റ് പ്ലേസ് കണ്ടെത്തുന്നതാണ് ടീച്ചർ പറയുന്നത്. ആദ്യം ചെയ്തത് 3/1 3. 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 × 3 9. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ ഈ 9നെ വീണ്ടും 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 27 7 വരിക യൂണിറ്റ് പ്ലേസിൽ. 27നെ വീണ്ടും നമ്മൾ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 7 21 1, ബാക്കി 2 3 2 6 2 8 81. പക്ഷെ നമുക്ക് യൂണിറ്റ് പ്ലേസിൽ 1 വരിക.
ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനിയും നിങ്ങൾ 3:5 എന്ന് പറയുമ്പോ നമ്മൾ ഈ 81-നെ 3 കൊണ്ട് ഗുണിക്കണ്ട, ഈ 1-നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 1 3 3 അതായത് 3 9 7 1 കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് 4 പോസിബിലിറ്റിയാണ് വരുന്നത്. നോക്കൂ, 1 2 3 4. അഞ്ചാമത്തത് വരുമ്പോൾ ഈ 3 റിപ്പീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ കണ്ടെത്താനുള്ള 4 ചാൻസ് വരുന്നത് കൊണ്ട് കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇവിടെ 243 ഒറ്റയുടെ സ്ഥാനത്ത് 3 അതുകൊണ്ട് നമുക്ക് ഇതിന്റെ പവറിലേക്ക് നോക്കുക, കൃതിയിലേക്ക് നോക്കുക. 46. ഈ 46-നെ 4 കൊണ്ട് ഹരിക്കുക. ഓക്കെ ആയോ? 46-നെ 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിക്കുന്നത് 4 ചാൻസ് ഉള്ളത് കൊണ്ടാണ്. ഇനി 4 1 4 4. 6-ല് എത്ര പ്രാവശ്യം പോവും? 1 4 4. ബാക്കി റിമൈൻഡർ, മിച്ചം, ശിഷ്ടം 2 വരുന്നത്. അതുകൊണ്ട് 3 സ്ക്വയർ ഇവിടെ എഴുതിയാൽ കാണുന്നുണ്ടല്ലോ. 3 സ്ക്വയർ അതായത് പവർ 2 എടുത്തു. അപ്പൊ 9 യൂണിറ്റ് പ്ലേസിൽ വരിക. ഓക്കെ ആയോ? അതാണ് ടീച്ചർ പറഞ്ഞത്. ഒന്നാമത്തെ സാധ്യത 3:1 3 സ്ക്വയർ വരുമ്പോ 9, 3 ക്യൂബ് വരുമ്പോ 7 ഒറ്റയുടെ സ്ഥാനത്ത്, 3:4 വരുമ്പോ 1, പിന്നെ വരുമ്പോ 5-ാമത്തെ പ്രാവശ്യം വരുമ്പോ വീണ്ടും 3 ആവർത്തിക്കുക. അപ്പൊ 4 പോസിബിലിറ്റിയാണ് ഉള്ളത്, 4 സാധ്യത. ടീച്ചർ ഒന്നും കൂടി പറയുമോ? പറയാം, എത്ര വട്ടം വേണമെങ്കിലും പറഞ്ഞുതരാം. ഏറ്റവും ചുരുക്കി പറഞ്ഞാല് ഈ 243-ല് 3 ഇവിടെ ലാസ്റ്റ് വരുന്നത് ഒറ്റയുടെ സ്ഥാനത്ത്. ഇതിന്റെ കൃതി എത്ര വന്നാൽ അതിന്റെ യൂണിറ്റ് പ്ലേസ് എന്താണെന്ന് അറിയാൻ ഈ കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. ആ 4 എന്ന് പറയുന്നത് 4 പ്രാവശ്യം കഴിയുമ്പോൾ വീണ്ടും 3 ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് 4 കൊണ്ട് ഹരിക്കുമ്പോൾ അതിന്റെ മിച്ചം, ശിഷ്ടം വരുന്നത് റിമൈൻഡർ 2 2 വരുന്നത് കൊണ്ട് 3 സ്ക്വയർ 9 യൂണിറ്റ് പ്ലേസിൽ വരിക. നമുക്ക് 2-3 കണക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഓക്കെ ആണോ? ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, എഴുതിയെടുക്കുക. ശിഷ്ടം 1 വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 3 ആയിരിക്കും. എഴുതി വെക്കാം. ശിഷ്ടം അല്ലെങ്കിൽ മിച്ചം അല്ലെങ്കിൽ റിമൈൻഡർ 1 വന്നാൽ ഒറ്റയുടെ യൂണിറ്റ് പ്ലേസില് 3 ആയിരിക്കും. എഴുതി വെക്കാം. ഇനി ശിഷ്ടം 2 വന്നാൽ യൂണിറ്റ് പ്ലേസിൽ 9 ആയിരിക്കും. ഒറ്റയുടെ സ്ഥാനം 9 ആയിരിക്കും. ശിഷ്ടം 3 വരുന്നതെങ്കിൽ യൂണിറ്റ് പ്ലേസില് 7 ആയിരിക്കും. അതായത് പവർ കൃതിയെ പവറിലെ കൃത്യംഗം എക്സ്പോണന്റ് അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം റിമൈൻഡർ 1 ആണെങ്കിൽ അതിന്റെ യൂണിറ്റ് പ്ലേസില് 3 ആയിരിക്കും. 2 ആണെങ്കിൽ ശിഷ്ടം യൂണിറ്റ് പ്ലേസിൽ 9 ആയിരിക്കും. ശിഷ്ടം 3 ആണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 7 ആയിരിക്കും. ഇനി 4-മത്തത് നമുക്കറിയാം. 4 4ന്റെ ഗുണിതങ്ങൾ ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരിക. 0 യൂണിറ്റ് പ്ലേസിൽ 1 ആയിരിക്കും. ഏത്? 3ന്റെ ആട്ടോ, 3ന്റെ മാത്രം.
ഓക്കെ ആയോ? ഓക്കെ ടീച്ചർ. ഓക്കെ, ഞാനിതൊന്ന് വായിക്കാണ്. ഇനി ഇതേ എന്തോ ഇത്രയും 3 വന്നാൽ മാത്രമേ ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യത്തുള്ളൂ. ഇതേപോലെ നമുക്ക് 4 കൊണ്ട് ഹരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 2-ൻ്റെത് 3, 7, 8. ഇതിനെ 4നും പവറിലെ 4 കൊണ്ടാണ് ഹരിക്കേണ്ടത്. ഒന്ന് എഴുതി വെച്ചോളൂ. 2, 3, 7, 8. നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ തരാം. എഴുതിയല്ലോ. ഇനി കുറച്ച് എക്സാമ്പിൾ തരാം. ഓക്കെ, ആദ്യത്തെ എക്സാമ്പിള് 3ന്റെ തന്നെയാണ്. 3/2019 ഇതിന്റെ യൂണിറ്റ് പ്ലേസില് ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയും, യൂണിറ്റ് പ്ലേസ് എന്ന് പറയും, ഒറ്റയുടെ സ്ഥാനത്തെ ആക്കെന്ന് പറയും. അത് ഏതാണെന്ന് നിങ്ങളൊന്ന് കണ്ടെത്തുക. ടീച്ചറെ 27 7. 7. എന്തോ 7 ടീച്ചറെ. 7. ഓക്കെ, മറ്റുള്ളവർ കണ്ടെത്തട്ടെ. ഓക്കെ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. 7. ഓക്കെ, എല്ലാരും കൂടെ പറയണ്ട. 7. 7 ശരിയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ എന്താ ചെയ്തത്? 2019 4 കൊണ്ട് ഹരിച്ചു അല്ലേ? അല്ലേ? ആ ടീച്ചറെ. അങ്ങനെയല്ല ചെയ്തത്. ഒന്നുകൂടെ ഞാൻ സിമ്പിൾ ആക്കി പറഞ്ഞുതരാം. ഞാൻ ഈ 2019 എടുത്ത് ഹരിക്കില്ല. ടീച്ചർ ചെയ്യുന്നത് 19 എടുത്ത് അങ്ങോട്ട് ഹരിക്കും, ലാസ്റ്റ് 2 ഡിജിറ്റ്. അപ്പൊ ഞാൻ ഇതിനെ 4 കൊണ്ട് ഹരിക്കുകയാണ്. 4 4 16. 16 കഴിഞ്ഞിട്ട് ശിഷ്ടം 3 വരുന്നത്. ഉടൻ ഞാൻ എന്റെ കൽബിനുള്ളിൽ വെച്ച് ചിന്തിക്കും, 3/3, 3 3, 9 3, 27, 7. ഓക്കെ ആയ? ഇവിടെ ശിഷ്ടം റിമൈൻഡർ 3 വന്നത് കൊണ്ട് 3/3 വരുമ്പോ 27-ന് 7 വരിക. ഓക്കെ ടീച്ചർ. ഓക്കെ, ഇനി ഞാൻ അടുത്തതൊന്ന് പറയാം. നിങ്ങൾ ആവശ്യമില്ലാത്ത മൈക്ക് ഉപയോഗിക്കരുതേ. അത്യാവശ്യം 1 2 പേര് മാത്രം പ്രതികരിക്കുക, ബാക്കിയുള്ളവർ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഇടുക. 7/200. 7/200. പലരും മൈക്ക് ഓൺ ചെയ്തതിന് ശേഷം ഓഫ് ചെയ്യുന്നതേ ഇല്ല. മ്യൂട്ട് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അവരെ റിമൂവ് ചെയ്യും. ഇനി വാണിംഗ് ഇല്ലേ? ഓക്കെ സാർ. നിങ്ങൾ മൈക്ക് ഓൺ ആക്കി പറയാ, ഉടൻ തന്നെ മൈക്ക് ഓഫ് ആക്കി വെക്കുക, എങ്കിലേ ക്ലിയർ ആവുള്ളൂ. അതുകൊണ്ടാണ്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് സാറ് പറയുന്നത്. ഓക്കെ, 7/200 എന്താണ് വേണ്ടത്? ടീച്ചർ ഈ ഇമോജി ഇടാൻ നിർത്താൻ പറയും. എങ്ങനെ? ഇമോജി ഇടുന്നത് നിർത്താൻ പറയും. നിങ്ങൾ ഇമോജികളൊന്ന് നിർത്തുക കേട്ടോ. നമ്മളെ പഠിക്കാനിരിക്കുന്ന കുട്ടികളെ ലാസ്റ്റ് നിങ്ങൾക്ക് ഇമോജി ഇടാൻ വേണ്ടി ടൈം തരാം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, എങ്കിലേ പഠിക്കുന്നത് തലേ കയറുള്ളൂ.
ആർക്കും കിട്ടിയിട്ടില്ലല്ലോ? ടീച്ചറെ കിട്ടിയവരൊന്ന് പറയാ. ഒന്ന് പിന്നെ ടീച്ചറെ 1 ഒന്ന്. ഓക്കെ, 1 റെഡി. ഇനി എല്ലാരും ശ്രദ്ധിക്കാം. ഇനി പറയണ്ട. 7:1 എന്ന് പറഞ്ഞാൽ 7 വരിക. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 7 49 9 വരും. 7 ക്യൂബ് എന്ന് പറഞ്ഞാൽ 9 7 63 3 വരും. ഇനി 7:4 എന്ന് പറഞ്ഞാല് ഈ 3-നെ 7 കൊണ്ട് വീണ്ടും ഗുണിക്കുമ്പോൾ 3 7 21 1 വരും. 7:5 എന്ന് പറഞ്ഞാൽ 1-നെ 7 കൊണ്ട് വീണ്ടും ഗുണിക്കുമ്പോൾ 7 വരും. അപ്പൊ ഇതിനും 4 പോസിബിലിറ്റി ആണ് ഉള്ളത്. ഇനി ഇവിടെ നിങ്ങളൊക്കെ എഴുതി ഹരിച്ചിട്ടുണ്ടാവും 200-നെ. ടീച്ചർ ഹരിക്കില്ല. കാരണം ഉണ്ട്, ലാസ്റ്റ് 2 0 വന്നാൽ അത് 4-ന്റെ ഗുണിതമാകും. ലാസ്റ്റ് 2 0 വന്നാൽ എന്തായിരിക്കും? 4-ന്റെ ഗുണിതമാകും. ആ 4-ന്റെ ഗുണിതമാകുന്നത് കൊണ്ട് ലാസ്റ്റ് 4ാമത്തെ സാധ്യത 1 വരിക. 1 കിട്ടിയ കുട്ടികൾക്ക് ഓക്കെ, ഗുഡ്. ഇനി ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ വേണമെങ്കിൽ ഇവിടെ പറഞ്ഞുതരാം. 200-നെ 4 കൊണ്ട് ഹരിച്ചാല് നമുക്ക് 4 5 20, പിന്നെ 0 കൂടി ചേർക്കാം. ശിഷ്ടം ഇല്ല, 0. അപ്പൊ 4ാമത്തെ സാധ്യത 1. ഓക്കെ ആയോ? ടീച്ചർ 7 വരൂല അപ്പൊ? എങ്ങനെയാ 7 വരിക? നമുക്ക് ശിഷ്ടം 1 വന്നാലാണ് 7 വരിക. ശിഷ്ടം 2 വന്നാൽ 9, ശിഷ്ടം 3 വന്നാല് 3, ശിഷ്ടം 4 വന്നാല് 4ാമത്തെ സാധ്യത 1. അല്ല 1. ടീച്ചറെ എല്ലാ തവണയും 0 വന്ന 4 എടുക്കുന്നത്? 4ാമത്തെ സാധ്യതയാണ് 0 വരുമ്പോ വരിക. അതായത് 4-ന്റെ ഗുണിതം 4. 4-നെ 4 കൊണ്ട് ഹരിച്ച 0 അല്ലേ? അതാണ് അത് വരുന്നത്. നമുക്ക് 2-3 എക്സാമ്പിൾ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നല്ലോണം തറവാകും. ഇതൊന്ന് ചെയ്തോളൂ. ഇത് ഞാൻ മാറ്റിയാണ് കേട്ടോ. 7:25 7:2522. 7:2522. മാം 9. യൂണിറ്റ് പ്ലേസ് 9. ഓക്കെ ഓക്കെ, കണ്ടെത്തിക്കോളൂ. ഇനി പറയണ്ട. ടീച്ചർ 9. ഇനി പറയണ്ട. 9. ഓക്കെ, ഇത് വിത്തിൻ സെക്കൻഡിനുള്ളിൽ ചെയ്യാം. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. ടീച്ചർ പറയുന്ന സമയത്ത് ബോർഡിൽ നോക്കുക. ഇതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക. 22. 22-നെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം, റിമൈൻഡർ, മിച്ചം 2 വരിക. അതായത് 4 5 20, ബാക്കി 2. അപ്പൊ 2 വരുമ്പോ 2ാമത്തെ പോസിബിലിറ്റി 7 സ്ക്വയറിന് 9 വരിക. തെറ്റിയവര് തിരുത്തുക. അതായത് 22-നെ 4 കൊണ്ട് ഹരിക്കാം. ഈ കൃതി 2522 നമുക്ക് ഈ 2522-നെ ഹരിക്കണം എന്നില്ല. ലാസ്റ്റ് 2 ഡിജിറ്റിനെ മാത്രം 4 കൊണ്ട് ഹരിക്കാം. നിങ്ങൾ ഈ 2522-നെ 4 കൊണ്ട് ഹരിച്ചാലും 22-നെ 4 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം, റിമൈൻഡർ 2 വരിക. അപ്പൊ 2ാമത്തെ സാധ്യത 7 സ്ക്വയർ ആണ്, 9. ഓക്കെ അല്ലേ? ഓക്കെ ടീച്ചർ. ഇപ്പൊ നമ്മൾ 3-ന്റെ ചെയ്തു, 7-ന്റെ ചെയ്തു. ഇനി നമുക്ക് 8-ന്റെ ഒന്ന് ചെയ്തു നോക്കാം.
8. 8/13. 8/13 ഒറ്റയുടെ സ്ഥാനത്ത്. 8. വെരി ഗുഡ്, നിങ്ങൾ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. 13-നെ 4 കൊണ്ട് ഹരിക്കുക. 4 3 12, ബാക്കി ശിഷ്ടം 1. 1 ആവുമ്പോൾ 8/1 ആണ്, 8 ആണ് വരിക. 8. ഓക്കെ. ശിഷ്ടം 2 ആണെങ്കിൽ 8² അപ്പൊ എത്രയാണ് വരിക? ശിഷ്ടം 2 ആണെങ്കിൽ 6. 6ആണോ? 4. 64-ന് 4. 8/3 ആണെങ്കിൽ 8/3 ആണെങ്കിൽ, അതായത് ശിഷ്ടം 3 ആണെങ്കിൽ 2. 2. ഓക്കെ. 4 8 32-ന് 2. ഇനി ശിഷ്ടം 4 ആണെങ്കിൽ 6. 8 അല്ല, 2-ന് 8 കൊണ്ട് ഗുണിക്കുക. 2 8 16-ന് 6. അപ്പൊ നേരത്തെ നമ്മൾ ഏതോ ഒന്ന് 6 ടീച്ചറെ ഒന്നും കണ്ടെത്തിയായിരുന്നല്ലോ. കൂടി പറയാമോ? ഇവിടെ ശ്രദ്ധിച്ചോളൂ. 8-ന്റെ കൃതി ഏത് സംഖ്യ വന്നാലും 8/734 ഇങ്ങനെ എന്ത് വന്നാലും നിങ്ങൾ ഡോൺ വറി, നിങ്ങൾ അതിനെ 734 അല്ലെങ്കിൽ 34-നെ 2 കൊണ്ട് 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിക്കുമ്പോ ശിഷ്ടം 1 വന്നാല് 8 ആണ് വരിക. ശിഷ്ടം 2 വന്നാല് 4 ആണ് വരിക. ശിഷ്ടം 3 വന്നാല് 2 ആണ് വരിക. ഇനി ശിഷ്ടം 0 ആണെങ്കിൽ വരുന്നത് 6 ആയിരിക്കും. ശിഷ്ടം 0 വന്നാല് 6 ആയിരിക്കും. ഇത് ബൈ പ്രാക്ടീസിലൂടെയാണ് നമുക്ക് എളുപ്പം പറ്റുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് രാത്രി തന്നെ ഇരുന്നിട്ട് വീണ്ടും ഒന്ന് അടിച്ച് സ്വന്തം ചെയ്തു നോക്കാം. ടീച്ചർ അതെങ്ങനെ 8/4 അവിടെ 6 വന്നേ? 6 വന്നത് 4ാമത്തെ സാധ്യത. 8 2 16-ന് 6 വരും. ഓക്കെ ടീച്ചർ. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് 2-ന്റെ കൂടെ 2 ഇതേപോലെ തന്നെയാണ്. ഒന്ന് ചെയ്തോളൂ. 2/103. രണ്ട്. ഇത് 103-നെ തന്നെ 4 കൊണ്ട് ഹരിക്കുക. 4. 8. 4. വേണ്ട, ഈ നിങ്ങളിങ്ങനെ എറിയണ്ട, എഴുതി വെക്കാം. 8. മതി ഇനി വിളിച്ചു പറയണ്ട. ഇത് മനക്കണക്ക. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. അതായത് 103 4-ന്റെ ഗുണിതം ആണോന്ന് വെച്ചാൽ നമുക്കറിയാമല്ല. 103 100 ആണെങ്കിൽ 4-ന്റെ ഗുണിതമാണ്. അപ്പൊ ബാക്കി റിമൈൻഡർ 3 ആണ് വരിക. 3 ആകുമ്പോ 2/3 നോക്കുക. 2 ഈ 2 4 4 2 8-ന് 8 ആണ് വരിക. ഒറ്റയുടെ സ്ഥാനത്ത് 8 ആണ് വരിക. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മള് 2 3 7 8 ഇത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. 2 3 7 8 ഇതിന്റെ ഒറ്റയുടെ സ്ഥാനം കാണാൻ വേണ്ടിയിട്ട് അതിന്റെ കൃതിയിനെ 4 കൊണ്ട് ഹരിക്കുക. ഓക്കെ ആയല്ലോ? ഇനി അടുത്തത്
ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ എത്രയാന്ന് പറയാമോ? 6521/104. ഒന്ന് ടീച്ചറെ. ഒന്ന് ഉറപ്പാണല്ലോ? ഇവിടെ ശ്രദ്ധിക്കാം, ഇത് 1/റേസ്റ്റ് എത്ര വന്നാലും 1 തന്നെയാണ് വരിക. എത്ര കൃതി വന്നാലും 1 വരിക. നിങ്ങൾക്കറിയാം 1നെ എത്ര പ്രാവശ്യം എഴുതി കുടിച്ചാലും 1 വരിക. അതേപോലെ 1 ഇവിടെ യൂണിറ്റ് പ്ലേസിൽ വന്നിട്ട് അതിന്റെ പവർ എത്ര പ്രാവശ്യം വന്നാലും 1 തന്നെയാണ് യൂണിറ്റ് പ്ലേസിൽ വരിക. ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ 1 വരിക. ഓക്കെ ആയോ? അടുത്ത ഓക്കെ അല്ലേ? ഇനി 245/428. ടീച്ചർ 5 ടീച്ചറെ. 5 ടീച്ചറെ. 5 നോക്കാം. യൂണിറ്റ് പ്ലേസിൽ 5 വന്നാൽ ഇതിന്റെ കൃതി എത്ര പ്രാവശ്യം എഴുതിയാലും ആരോ മ്യൂട്ട് ചെയ്യാനുണ്ട്. മ്യൂട്ട് ചെയ്യാം. ഓക്കെ. ഈ 5ന്റെ കൃതി, 5ൽ അവസാനിക്കുന്ന ഏത് സംഖ്യയുടെ കൃതിയും എത്ര വന്നാലും നമുക്ക് അതിന്റെ യൂണിറ്റ് പ്ലേസില് 5 തന്നെയാണ് വരിക. അതേപോലെ മറ്റൊരു സംഖ്യ 246/32. 6ന്റെ കൃതി എത്ര പ്രാവശ്യം എഴുതി കുടിച്ചാലും യൂണിറ്റ് പ്ലേസിൽ വരുന്നത് 6ആണ്. ഇനി 100/534. ഇതിന്റെ 0ത്തിന്റെ റേസ്റ്റു എത്ര വന്നാലും 0ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചത് ഒന്നും കൂടെ നമുക്ക് നോക്കാം. 2, 3, 7, 8 ഒറ്റയുടെ സ്ഥാനത്ത് വന്നാൽ കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. ശിഷ്ട എത്രയാണെന്ന് നോക്കുക, അതിനനുസരിച്ച് എഴുതുക. ഇനി 0, 1, 5, 6. 0, 1, 5, 6 അതിന്റെ കൃതി എത്ര വന്നാലും അത് തന്നെ, ആ സംഖ്യ തന്നെയാണ് വരിക. ഓക്കെ ആയോ? ഓക്കെ ആയി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാ? ഇനി 4, 9 മാത്രമേ ഉള്ളൂ. 4, 9 നോക്കാം. 4/303. ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് എത്രയായിരിക്കുന്നു? നിങ്ങൾ തന്നെ എന്നോടൊന്ന് പറയാം. 4 അല്ലേ? ഒറ്റയുടെ സ്ഥാനത്ത് എന്തായിരിക്കും? 4/1 എന്ന് പറഞ്ഞാൽ 4. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 16-ന് 6. ഇതിൽ ഇത്രേ നോക്കാനുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കുക, കൃതി പവർ ഒറ്റ വന്നാൽ 4 ആയിരിക്കും, ഇരട്ട വന്നാൽ 6 ആയിരിക്കും. ഓക്കെ നോക്കൂ. 4/3 6 4 24 4. 4/4 4 16 4 6 4 6 4 പോയിക്കൊണ്ടിരിക്കും. ഓക്കെ ആയോ? ടീച്ചർ മനസ്സിലായില്ല, ഒന്നും കൂടെ പറയോ? പറയാ, ശ്രദ്ധിച്ചിരിക്ക. 4ന്റെ കൃതി എത്രയായാലും നമുക്ക് പ്രശ്നമില്ല. ഓഡ് നമ്പർ ആണെങ്കിൽ, ഒറ്റ സംഖ്യയാണെങ്കിൽ യൂണിറ്റ് പ്ലേസില് 4 വരിക. ഇരട്ട സംഖ്യയാണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്ത് 6 വരിക. ഓക്കെ ആയോ? മനസ്സിലായോ? എന്തോ? ഇത് ഡിവൈഡ് ചെയ്യണ്ടേ? വേണ്ടല്ലോ. എന്തിനാ ഡിവൈഡ് ചെയ്ത് സമയം കളയുന്നേ? ഒറ്റ ഇരട്ട ഇങ്ങനെയാണ് വരുന്നത്. ഒറ്റ വരുമ്പോ ഒക്കെ 4 വരിക, ഇരട്ട വരുമ്പോ 6 വരിക. പിന്നെ എന്തിനാ നമ്മൾ ഡിവൈഡ് ചെയ്ത് സമയം കളയുന്നേ? മിസ് ഒന്നുകൂടി പറഞ്ഞു തരുമോ?
എവിടെയാ മനസ്സിലാവത്തെ? 4ന്റെ കൃതി ഇപ്പൊ 4/256 ആണെങ്കിൽ 256 ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആയതുകൊണ്ട് യൂണിറ്റ് പ്ലേസിൽ 6 വരിക. ഇനി 258 ആണെങ്കിൽ അതും ഇരട്ട സംഖ്യ, ഈവൻ നമ്പർ ആണ്. അപ്പൊ യൂണിറ്റ് പ്ലേസിൽ 6 വരിക. 501 ആണെങ്കിൽ ഇത് ഓഡ് നമ്പർ ആണ്, ഒറ്റ സംഖ്യയാണ്. മൈക്കൊന്ന് ഓഫാക്കാവോ? അപ്പൊ 501 ഒറ്റ സംഖ്യ ആയതുകൊണ്ട് അതിന്റെ യൂണിറ്റ് പ്ലേസില് 4 വരിക. ഓക്കെ ആയോ? ഓക്കെ ആയി. ഇനി അടുത്തത് 9 ആണ്. 9 ശരിക്കും നിങ്ങൾ തന്നെ ഒന്ന് കണ്ടെത്തൂ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. നോക്കൂ, 9/408 9/705. ഇതിന്റെ രണ്ടിന്റെയും യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കുന്നു നോക്കാം. ഫസ്റ്റത്തെ ടീച്ചർ 1, ഫസ്റ്റത്തെ 1, രണ്ടാമത്തെ 1 ആണല്ലേ? ഫസ്റ്റത്തെ 1 ഫസ്റ്റത്തെ 1, രണ്ടാമത്തെ 9 1 പിന്നെ 1 9 ടീച്ചറെ, 1 9. എല്ലാവരും മൈക്രോഫാക്കും, ഞാൻ പറയാം. 9/1 എന്ന് പറഞ്ഞാൽ 9. 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9×9 81-ന് 1. 9/3 എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനെ വീണ്ടും ഒരു 9. അതായത് ഓഡ് നമ്പർ ഒറ്റ സംഖ്യ ആണെങ്കിൽ 9ഉം ഇരട്ട സംഖ്യ ആണെങ്കിൽ 1 വരിക. ഇരട്ട സംഖ്യ ആണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 1, ഒറ്റ സംഖ്യ ആണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 9. ഓക്കെ ആയോ? ഓക്കെ ആയില്ലേ? ഇനി അടുത്ത എഴുതിക്കോളൂ. നിനക്ക് പരീക്ഷയ്ക്ക് വരുന്ന മോഡല് ഒരു ചോദ്യം തരാം. 5/65 കൂട്ടണം 6/65. ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് ആക്കാം. യൂണിറ്റ് പ്ലേസിൽ വരുന്നത് ഏത്? 11. യൂണിറ്റ് പ്ലേസിൽ നമുക്കറിയാം 5 എത്ര പ്രാവശ്യം എഴുതി ഗുണിച്ചാലും 5 ആയിരിക്കും. കൂട്ടണം 6 എത്ര പ്രാവശ്യം എഴുതി ഗുണിച്ചാലും 6 ആയിരിക്കും. 5 കൂട്ടണം 6 11-ന് 1 വരിക. ഓക്കെ ആയില്ലേ? 1 ഇമോജി നിർത്താൻ പറയുവോ? ഇമോജി ഒന്ന് നിർത്തുക. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇമോജി നിർത്തുക. ഇനി ഞാൻ ട്രയാങ്കിളുമായിട്ട്, നമ്മുടെ മുന്നിൽ ഇനി അധിക സമയമില്ല, ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു 2 ചോദ്യം നിങ്ങൾക്ക് തരാം. എക്സാമിന് വരാൻ സാധ്യതയുള്ള മോഡലാണ്. അപ്പൊ നിങ്ങളൊന്ന് എഴുതി വെക്കുക. നിങ്ങളൊന്ന് എഴുതിക്കോളൂ. അതായിരിക്കും സ്റ്റിക്കർ നിർത്തും. എന്തോ പറയട്ടെ? ചോദ്യം എഴുതിക്കോളൂ. ഒരു ത്രികോണത്തിന്റെ ഇംഗ്ലീഷ് പറയോ ടീച്ചർ? രണ്ടും പറയാം. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ അളവുകൾ x സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, പറയുന്നതോടൊപ്പം എഴുതാം 12 സെന്റിമീറ്റർ എന്നിവയാണ്. x സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ എന്നിവയാണ്. ടീച്ചർ ഇംഗ്ലീഷ് പറയോ? പറയാം. അപ്പൊ ടീച്ചറെ എക്സിന് സ്വീകരിക്കാവുന്ന എക്സിന് എഴുതിക്കോളൂ. എക്സിന് സ്വീകരിക്കാവുന്ന
ഏറ്റവും വലിയ എക്സിന് സ്വീകരിക്കാവുന്ന ഏറ്റവും വലിയ പൂർണ്ണസംഖ്യാ വില എന്ത്? പൂർണ്ണസംഖ്യാ വില എന്ത്? 5. ഒന്നും കൂടി ഇനി question. ഇംഗ്ലീഷ് എഴുതിക്കോളൂ. The sides of a triangle are 21 ടീച്ചറെ. the sides of a triangle are 8 centimeter, 8 centimeter, 12 centimeter. 21. What is the greatest possible? What is the greatest possible 21. integer value of x? 21. ഓക്കെ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. 19 ടീച്ചറെ. 19. 12 plus 8 is equal to 20. Wait. 20 പറയണ്ട. 20. 21 is greater than 20. ഓക്കെ, 21. നിങ്ങൾ പറയണ്ട. 21. 18, 19, 20, 21. ഇതെങ്ങനെ കണ്ടെത്താന്നുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ധാരാളം ചോദ്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. 19. ഇതിന്റെ എല്ലാവരും കൂടെ ശ്രദ്ധിക്കാം. ഇതിന്റെ 2 വശങ്ങളുടെ അളവുകളുണ്ട്. മൂന്നാമത്തെ വശമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ മൂന്നാമത്തെ വശം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നിട്ടുള്ള 2 വശങ്ങൾ 12 കൂട്ടണം 8 20 12-ൽ നിന്ന് 8 കുറച്ചാൽ 4. അപ്പൊ മൂന്നാമത്തെ വശം 20-നും 4-നും ഇടയ്ക്കായിരിക്കും. അതായത് ഏതൊക്കെ സംഖ്യകൾ വരാം? പറഞ്ഞോളൂ. 5, 6, 7, 8, 9, 5 മുതൽ 19 വരെ വരാം. 5 മുതൽ ഏത് വരെ വരാം? 19 വരെ വരാം. ഇനി നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. നിങ്ങൾ ആ ഇമോജിയുടെ നിർത്താവോ? കാരണം നിങ്ങൾക്ക് അറിയാം, വളരെയേറെ റിസ്ക് എടുത്തിട്ടാണ് രതീഷ് സാറ് ഇതൊക്കെ ഇവിടെ കോണ്ടാക്ട് ചെയ്യുന്നത്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പരീക്ഷ അടുത്ത് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം. അപ്പൊ ആദ്യം ചെയ്ത ട്രിക്ക് ഒന്നും കൂടെ പറയാം. മൂന്നാമത്തെ വശം കാണാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള 2 വശങ്ങളുടെ തുക 20, ഇവയുടെ വ്യത്യാസം 4. ഇതിന്റെ ഇടയ്ക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ 5 മുതൽ 19 വരെ വരാം. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുക. 5 മുതൽ 19 വരെ. അപ്പൊ പരമാവധി ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ പൂർണ്ണസംഖ്യ 18 വരാം. പക്ഷെ 18-നേക്കാൾ കൂടുതൽ 19 ഉണ്ട്. അപ്പൊ 18 ക്യാൻസൽ ചെയ്തു. 20ന്റെ ഇടയ്ക്കായിരിക്കും പറഞ്ഞത്. 20 ക്യാൻസൽ ചെയ്തു. അപ്പൊ 20ന്റെ മുകളിലേക്കും വരില്ല. നമുക്കുള്ള ആൻസർ 19. നിങ്ങൾ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞ് ഏറ്റവും പറ്റാത്തത് ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് കയറുക. ഒന്നും അറിയില്ലെങ്കിൽ പ്രാർത്ഥിച്ച് കറാക്കി ഒരു അങ്ങോട്ട് കുത്തുക. വേറെ നിവർത്തിയില്ല. തീരെ അറിയില്ലെങ്കിൽ ചോദ്യം 2, 3, 4 പ്രാവശ്യം വായിക്കുക. ആദ്യത്തെ ഒരു പ്രാവശ്യം വായിക്കുക, ഓപ്ഷൻ നോക്കുക. മനസ്സിലായില്ല. വീണ്ടും വായിക്കുക, ഓപ്ഷൻ നോക്കുക. അങ്ങനെ നമുക്ക് തീരെ പറ്റാത്തത് ആദ്യം ക്യാൻസൽ ചെയ്യുക, വെട്ടിക്കളയുക. എന്നിട്ട് നിങ്ങൾ പോവുക, പോസിബിലിറ്റി നോക്കുക. ഓക്കെ ആണോ? അടുത്ത് വരാവുന്ന മനസ്സിലായില്ല. മനസ്സിലാവാത്തവർ ഒന്നും കൂടെ നോക്കാം. ഒന്നും കൂടെ പറയോ? പറയാം. 18, 19, 20, 21 ഓപ്ഷൻ. ഒന്നും കൂടെ ഇവിടെ ശ്രദ്ധിക്കുക. നമുക്കറിയാം എല്ലാവരും ഒരേ കാറ്റഗറിയിലായിരിക്കില്ല. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും, ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോ
നമ്മളത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഒന്നും കൂടെ ശ്രദ്ധിക്കാം. ഇവിടെ 3 വശങ്ങളാണ് ത്രികോണത്തിനുള്ളത്. അപ്പൊ അതിൽ 2 വശം തന്നു. 3ാമത്തെ വശമാകാവുന്നത് ഇതിലേതാണെന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യകർത്താവ് ചോദ്യം ഇടുമ്പോ ഓരോ ചോദ്യത്തിലും ഒരു ട്രിക്ക് ഉണ്ടാവും. ഓരോ ചോദ്യത്തിലും ഓരോ കെണിയും ഉണ്ടാകും. അപ്പൊ ട്രിക്ക് നിങ്ങൾ പഠിക്കുക, കെണി തിരിച്ചറിയുക. ഇപ്പൊ ഈ ഒരു ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 3ാമത്തെ വശം കിട്ടണം. അത് എക്സ് ആണ്. 18 ആണോ 19 ആണോ 20 ആണോ 21 ആണോ നമുക്കറിയില്ല. കണ്ടെത്താനുള്ള ട്രിക്ക് 18ഉം 2ഉം ഇതാണ് 2 വശങ്ങൾ. അപ്പൊ 12ഉം 8ഉം കൂടി അങ്ങോട്ട് കൂട്ടുക 20. 12ൽ നിന്ന് 8 കുറയ്ക്കുക, നമുക്ക് കിട്ടും 4. 3ാമത്തെ വശം എന്ന് പറയുന്നത് 20നും 4നും ഇടയ്ക്കായിരിക്കും. അതായത് 5 മുതൽ 19 വരെ വരാം. 5 മുതൽ 19 വരെ വരാം. ഇനി ഓപ്ഷനിലേക്ക് നോക്കുക. 18 ഉണ്ട്, പക്ഷെ പരമാവധി ഏറ്റവും വലുതാണ് ചോദിച്ചത്. 18 ഉണ്ടെങ്കിലും 18നേക്കാൾ വലുത് 19 ഉണ്ട്. 19 ഇവിടെ വരും, അതുകൊണ്ട് 18 ക്യാൻസൽ ചെയ്തു. പിന്നെ ഉള്ളത് 19 19 മാക്സിമം വരാൻ പറ്റുന്നത്. അപ്പൊ 20 21 വരില്ല, ക്യാൻസൽ ചെയ്തു. 19 ആൻസർ. ഓക്കെ ആണല്ലോ? ഇനി ഒരു ചോദ്യം കൂടെ പറഞ്ഞു നിർത്താം. ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്, എക്സാമിന് സാധാരണ ചോദിക്കുന്നതാണ്. ഞാൻ ഇംഗ്ലീഷിൽ ചോദ്യം വായിക്കാം, മലയാളത്തിലും വായിക്കാം. ഒരു ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊന്ന് നോട്ട് ചെയ്യുക, എഴുതി വെക്കുക. നമുക്ക് ചോദ്യം മുഴുവൻ എഴുതാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ 9 സെന്റിമീറ്റർ 18 സെന്റിമീറ്റർ എന്നിവയാണ്. എന്നിട്ട് പറയാണ് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഈ ത്രികോണത്തിന്റെ ചുറ്റളവ്? 33, 36, 45, 54 എന്ന് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷിൽ ഒന്ന് പറയാം. 2 sides of a triangle are 9 centimeter and 18 centimeter. എന്നിട്ട് പറയാണ് വിച്ച് among the following is its perimeter. ഈ താഴെ തന്നിട്ടുള്ളത് ഏതാണ് ഇതിന്റെ പെരിമീറ്റർ? 36 ആണോ? ആണോന്ന് ചോദിക്കണ്ട, നിങ്ങൾ കണ്ടെത്തുക. 54 ടീച്ചറെ. ഓക്കെ വെയിറ്റ്. നിങ്ങൾ കണ്ടെത്തിയ ആൻസർ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുക, എന്നിട്ട് ഞാൻ പറയാം. 36. 54. ഓക്കെ എഴുതി വെച്ചോളൂ, പറയണ്ട. ഓക്കെ ടീച്ചർ 36. ഓപ്ഷൻ 33 എഴുതി വെച്ചവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. 36 എഴുതി വെച്ചവര് ഹാൻഡ് റൈസ് ചെയ്യാം. 45 എഴുതി വെച്ചവരുണ്ടോ? 45 ഉണ്ടോ ആർക്കെങ്കിലും? 45 കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, പറയുന്ന കേട്ടില്ല, അതുകൊണ്ടാ ചോദിച്ചേ. 54 കിട്ടിയവര് മൈക്ക് ഓണാക്കി വെച്ചിരിക്കുന്നവര് മ്യൂട്ട് ചെയ്യാം. ഭയങ്കര ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാ. ഇനി എല്ലാവരും കൂടെ ശ്രദ്ധിക്കാം, ഞാനിത് പറഞ്ഞു തരാം. എക്സാമിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടരുത്, അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഞാൻ ഇവിടെ പറഞ്ഞു തന്ന ആ ട്രിക്ക് തന്നെ ഇവിടെയും പ്രയോഗിക്കാം. നോക്കിക്കോളൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ത്രികോണത്തിന്റെ ചുറ്റളവ് പെരിമീറ്റർ ആകാവുന്നത് ഏത്? ഇതാണോ നമുക്കറിയില്ല. പക്ഷേ 3ാമത്തെ വശം നമുക്കറിയണം, എങ്കിലാണ് ചുറ്റളവ് കണ്ടെത്താൻ പറ്റൂ. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ഇടുമ്പോ 3ാമത്തെ വശം കാണാതെ തന്നെ നമുക്കിതിന്റെ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് മുന്നോട്ട് പോകാം. അതാണ് ശ്രദ്ധിക്കേണ്ടത്.
ആദ്യം തന്നിട്ടുള്ള അളവുകൾ ഞാൻ കുറച്ച് മുന്നേ നിങ്ങളോട് പറഞ്ഞു. ഈ രണ്ടളവുകൾ കൂട്ടുക. 18ഉം 9ഉം 27. ഇനി ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. അപ്പൊ 9. അപ്പൊ മൂന്നാമത്തെ അളവ് ആകാൻ സാധ്യതയുള്ളത് 27നും 9നും ഇടയ്ക്കായിരിക്കും. അതായത് 10 മുതൽ 26 വരെ വരാം. 10 മുതൽ 26 വരെ വരാം. ഇനി നമ്മൾ സാധ്യത നോക്കുകയാണ്. ശ്രദ്ധിക്കാം, സാധ്യത നോക്കുകയാണ്. അപ്പൊ ഇത് 27. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 27. അപ്പൊ 27 ആയതുകൊണ്ട് ഏറ്റവും ചെറിയ അളവെടുക്കുക. 27നോട് കൂടെ ഈ 10 എടുക്കുക. 27ഉം 10ഉം 37. അപ്പൊ ഏറ്റവും ചെറിയ ചുറ്റളവ് വരുന്നത് 37ആണ്. പക്ഷെ ഇവിടെ 37 ഇല്ല. 37ന്റെ താഴെ രണ്ടെണ്ണം ഉണ്ട്. ഇത് രണ്ടും വെട്ടി ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഒരു ട്രിക്ക്, ഇതിൽ ഏറ്റവും വലിയ അളവ് 26 എടുക്കുക. 26 എടുക്കുമ്പോ ഈ 27ഉം 26ഉം കൂടെ കൂട്ടുക. ഇത് തുക 18ഉം 9ഉം. 27 26ഉം കൂടെ കൂട്ടുമ്പോ എത്രയാ വരിക? 53. എത്രയാ വരിക? വെരി ഗുഡ്, 53. ഈ ഓപ്ഷനിലേക്ക് നോക്കുക. 53 ഇവിടെ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ 54. ഇവിടെ നോക്കാം. 37 തൊട്ട് 53 വരെ ചുറ്റളവ് വരൂ. അതുകൊണ്ട് 54ഉം ക്യാൻസൽഡ്. നമ്മളുടെ ആൻസർ 45. അയ്യോ. ആർക്കും ശരിയല്ലേ? എന്തോ ഒന്നും കൂടെ പറയോ? എന്നാ ശ്രദ്ധിച്ചിരുന്നോളൂ. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. 33, 36, 45, 54. ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ 9, 18. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിലേതാണ് ചുറ്റളവ് വരുന്നത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 18ഉം 9ഉം കൂടെ കൂട്ടുക. 18 കൂട്ടണം 9, 27 വരിക. 18ൽ നിന്ന് 9 കുറയ്ക്കുക, 9 വരിക. അപ്പൊ 9നും 27നും ഇടയ്ക്കാണ് മൂന്നാമത്തെ വശം വരിക. അപ്പൊ 9നും 27നും ഇടയ്ക്ക് എന്ന് പറയുമ്പോ 10 തൊട്ടിട്ട് 26 വരെ വർഷങ്ങൾ വരും. 10 വരാം, 11 വരാം, 12, 13, അങ്ങനെ 26 വരെ വരാം. അപ്പൊ നമുക്കിത് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പം ഈ 9ഉം 18ഉം കൂടെ കൂട്ടിയത് 27ആണ്. അപ്പൊ ഏറ്റവും ചെറിയ അളവ് വരാവുന്നത് 27, 10ആണ്. 27ഉം 10ഉം 37. ഏറ്റവും ചെറിയ ചുറ്റളവ് 37ആണ് വരിക. ആ 37 ഇതിലില്ല. അതുകൊണ്ട് തന്നെ 36 വരില്ല, 33 വരില്ല. പിന്നെയുള്ള സാധ്യത ഏറ്റവും വലിയ അളവ് 26ആണ് വശം. അപ്പൊ 27ഉം 26ഉം കൂടെ കൂട്ടുമ്പോൾ 53ആണ് വരിക. അപ്പൊ മാക്സിമം വരാവുന്ന ചുറ്റളവ് ഇതിന് 53ആണ് വരിക. അപ്പൊ നോക്കുമ്പോ 53 ഇതിലില്ല. പിന്നെ 54 തന്നിട്ടുണ്ട്. 54 ഒരിക്കലും വരില്ല. 54 ക്യാൻസൽ, 45 ആൻസർ. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ ടീച്ചർ. ഓക്കെ ആണ് ടീച്ചറെ. ഓക്കെ. അപ്പൊ ഇതോടുകൂടെ ഞാൻ എന്റെ ഇന്നത്തെ ക്ലാസ് കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. നമുക്കറിയാം USSC പതിവാ. ടീച്ചറെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചർ ഒന്ന് പറഞ്ഞു തരുമോ? ഇനിയിപ്പോ ടീച്ചർക്ക് അടുത്ത ഒരു സമയം മീറ്റിംഗ് ഒരുപാടായി. അതെ, 1 മണിക്കൂർ കൂടുതലായി. ടീച്ചർക്ക് ശാരീരികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളുള്ള ടീച്ചറാണ്. ഞാൻ നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുപ്പിക്കുന്നത് ദോഷമാണ്.
കേട്ടോ. അതെ അപ്പൊ നമുക്ക് അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ക്ലാസ്സിന് അല്ലെങ്കിൽ ടീച്ചർ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒന്ന് ഇടപെട്ടാലും മതി കേട്ടോ ടീച്ചറെ. നോക്കാം. കാരണം അത്യാവശ്യം നല്ല തിരക്കുള്ള ടീച്ചറാണ്. നമ്മൾ അങ്ങോട്ട് സമയം പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്താണ് 1 മണിക്കൂർ വരണേ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോ ഇത്രയും നേരം അറിയാം അവർക്ക് ഇനിയും കിട്ടിയാലും തീരാത്ത രീതിയിൽ സംശയങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് പ്രയാസമാണ്, നമുക്ക് അങ്ങനെ ചെയ്യാൻ പ്രയാസമാണല്ലോ, ഓൺലൈൻ ക്ലാസ്സുകളാണ്. അപ്പോ ഈ ഒരു ക്ലാസ് ഇത്രയും ഭംഗിയായിട്ട് ഇവരെ ഇത്രയും എൻഗേജ് ചെയ്ത് ഇത്രയും നേരം കൊണ്ടുപോയ ലിജി ടീച്ചറിന് AKSTUവിന്റെ പേരിലും അതുപോലെ ഈ ഓരോ കുഞ്ഞുങ്ങളുടെ പേരിലുമുള്ള നന്ദി കൂടി അറിയിക്കുകയാണ്. താങ്ക് യു ടീച്ചർ. ഓക്കെ, താങ്ക് യു സർ. നല്ല ക്ലാസ്. താങ്ക് യു ടീച്ചർ. താങ്ക് യു ടീച്ചർ. താങ്ക് യു ടീച്ചർ. നല്ല